ഇന്ത്യൻ നിരത്തുകളിൽ ഓടുന്ന വാഹനങ്ങളിൽ 56% വാഹനങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷയില്ല എന്ന ഞെട്ടിക്കുന്ന വസ്തുതയാണ് സുപ്രീം കോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇത് തികച്ചും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നാണ് ജസ്റ്റിസുമാരായ സഞ്ജയ് കരോളും അഗസ്റ്റിൻ ജോർജ് മസീക്കും അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു പാർലമെന്ററി കാര്യ സമിതിയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അത് ഉദ്ധരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഞെട്ടിക്കുന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദ പ്രകാരം ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പിന്റെ ലംഘനമാണ് എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം ഈ വാഹന അപകടങ്ങളിലൊക്കെ പെടുന്നവർക്ക് നഷ്ടപരിഹാര തുകയൊക്കെ കിട്ടുന്നതിന് ഇത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഈ വാഹന അപകടങ്ങളിൽ പെടുന്നവർക്കൊക്കെ ഈ അവരുടെ കേസുകളും മറ്റും നടത്തുമ്പോൾ വലിയ കാലതാമസം ഉണ്ടാകുന്നു. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദ പ്രകാരമുള്ള വകുപ്പിന്റെ ഗുരുതരമായ ലംഘനമാണ് ഇതിലൂടെ നടക്കുന്നതെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇത് എങ്ങനെ മറികടക്കാനാകും എന്നതിനെ സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങളും സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലാണ് ഈ റോഡുകളിൽ, അതായത് ഹൈവേകളിലും മറ്റും സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ, അവ ഈ ഇൻഷുറൻസ് ഡേറ്റാബേസുമായും അതുപോലെ തന്നെ വാഹൻ പോർട്ടലുമായി ബന്ധിപ്പിക്കണമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഏതൊക്കെ വാഹനങ്ങൾക്ക് ഈ ഇൻഷുറൻസ് ഇല്ല എന്നത് സംബന്ധിച്ച് കണ്ടെത്താൻ വേണ്ടി കഴിയുമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരം വാഹനങ്ങൾക്ക് ഈ ഇന്ധനം നൽകുന്നത്, അതായത് പെട്രോൾ പമ്പിലൊക്കെ ഇന്ധനം നൽകുന്നത് പൂർണ്ണമായും നിർത്തിവെക്കണമെന്നും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇത്തരം വാഹനങ്ങൾ ആദ്യം അവർ ഇൻഷുറൻസ് എടുക്കൂ, തുടർന്ന് ഇന്ധനം നൽകാം എന്ന നിലപാടിലേക്ക് എത്തണമെന്നാണ് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇന്ധനമില്ല എന്ന ആശയം നടപ്പിലാക്കണമെന്നാണ് ജസ്റ്റിസ് സഞ്ജയ് കരോളിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇപ്പോൾ കേന്ദ്രത്തിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. അത് ഒരു സജഷനായാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇക്കാര്യങ്ങളിൽ വിവിധ വശങ്ങൾ പരിശോധിച്ച ശേഷം അത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് തീരുമാനം എടുക്കണമെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യവ്യാപകമായ ഒരു പൈലറ്റ് പ്രോജക്റ്റ് അതിന് മുന്നോടിയായി നടത്തണം. തുടർന്ന് ആ പൈലറ്റ് പ്രോജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ഇൻഷുറൻസ് ഇല്ല എങ്കിൽ ഇന്ധനം ലഭിക്കാത്ത കാലം അനധിവിദൂരമല്ലാതെ സംഭവിക്കുമെന്നാണ് കോടതി നടപടികളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല എങ്കിൽ അടിയന്തരമായി അത് എടുക്കുന്നതിനുള്ള നടപടി, തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. അല്ല എങ്കിൽ വാഹനം നിരത്തിലിറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അതിന് അധികം കാത്തിരിക്കേണ്ടി വരില്ല. അതായത് അത് വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. ദില്ലിയിൽ നിന്നും ജഗദീഷ് വിഷ്ണുവിനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.